പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥ, ഈ 3 മണി സമയം നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, തിന്മയുടെ മേൽ നന്മ വിജയം വരിച്ച സമയം ഇതാണ്. കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം പോലും ചിന്തി ഞങ്ങളെ ഓരോരുത്തരെയും മരണത്തിൻ്റെ വലിയ അടിമത്തത്തിൽ നിന്ന്, പിശാചിൻ്റെ വലിയ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നിന്റെ വലിയ കരുണയാൽ മോചിപ്പിച്ചത് സമയം. ഈശോയെ, ഈ തിരുമണിക്കൂറിൽ നിന്റെ പീഡാസഹനത്തെക്കുറിച്ച്, നീ സഹിച്ച വേദനകളെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ മണിക്കൂറിൽ നിന്റെ പീഡാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെല്ലാ നിയോഗങ്ങളും സാധിച്ചു തരുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും യാചിച്ചുകൊണ്ട് ഒന്നു ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം ഏറ്റവും കൂടുതൽ സന്തോഷഭരിതമാകണം, അത് ഐശ്വര്യപ്രദമാകണം എന്നുള്ളതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. തോബിത്തിന്റെ പുസ്തകം 14-ാം അധ്യായം 9-ാം തിരുവചനം പറയുന്നു, നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും, നിനക്ക് ശുഭം ഭവിക്കാൻ, അതായത് നമ്മുടെ ജീവിതം, മുൻപോട്ടുള്ള ജീവിതം, ഭാവി ജീവിതം ഏറ്റവും കൂടുതൽ സന്തോഷകരം ഐശ്വര്യപ്രദമാകുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നിയമവും പ്രമാണങ്ങളും പാലിക്കുക. നിയമവും പ്രമാണങ്ങളും എന്ന് വചനം കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ദൈവവചനത്തെയാണ്. എല്ലാ പ്രമാണങ്ങളും, അതായത് 10 കൽപ്പനകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വചനത്തിൽ കൃത്യമായിട്ടും എഴുതി ചേർത്തിരിക്കുന്ന ഓരോ പ്രാർത്ഥന, ഓരോ നിയമങ്ങളും അത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുള്ള ചില മാറ്റങ്ങളും ചില ബോധ്യങ്ങളും ചില നിലപാടുകളെക്കുറിച്ചും വചനം പഠിപ്പിക്കുന്നുണ്ട്. നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക. നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹവും കരുണയും ഒക്കെ തിരിച്ചറിയുന്നവരായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് നമ്മുടെ ജീവിതത്തിലൂടെ നീതിയോടെ പെരുമാറാൻ സാധിക്കുന്നുണ്ടോ? കരുണയോടെ മറ്റുള്ളവരോട് പെരുമാറാൻ സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ ഈ കരുണ എന്ന് ഉദ്ദേശിക്കാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന, അവർക്ക് അർഹമായ ആ ഒരു വലിയ സ്നേഹം, അവർക്ക് അർഹമായ ഒരു പരിഗണന അത് കൊടുക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമമാണ്. ഈശോയുടെ ജീവിതം, പരസ്യ ജീവിതകാലം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവരോടും കരുണയോടെ അനുകമ്പയോടെ പെരുമാറിയ ഈശോയെ കാണാൻ പറ്റും. വിശന്ന് വലഞ്ഞ് ദാഹിച്ച് ഈശോയുടെ വചനം കേട്ടുകൊണ്ടിരുന്ന ആളുകളിൽ അവർ ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ തളർന്നു വീഴാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അവരുടെ അനുകമ്പയോടെ പെരുമാറുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും സങ്കീർത്തനം 37-ാം സങ്കീർത്തനത്തിൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇപ്രകാരമാണ്. 3-ാം തിരുവചനം പറയുന്നു, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. വചനം നമുക്ക് തരുന്നൊരു വലിയ ഉറപ്പ്. അതായത് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം ദൈവത്തിൽ ആശ്രയം വെച്ചുള്ള ഒരു ജീവിതമാകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ക്രമീകരിക്കും എന്നുള്ളത് നമ്മൾ വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്ന കാര്യമാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം
അവരുടെ ഏറ്റവും വലിയ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസം. അത് ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും നമ്മളെ ഉപേക്ഷിക്കാതെ കരം പിടിച്ച് നടത്തും. ദൈവത്തിൻ്റെ കരുണയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണ നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ ഇതുപോലെ നമ്മളോട് സ്നേഹത്തോടെ കരുണയോടെ നമ്മുടെ ജീവിത സാഹചര്യം എന്തുമാത്രം പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളുടെ നടുവിലാണെങ്കിലും അവിടെയൊക്കെ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു വലിയ ഉറപ്പ്. ആ ഒരു ഉറപ്പ് നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഒത്തിരിയേറെ അസ്വസ്ഥതകളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ആദിമസഭയിൽ നിലനിന്നിരുന്നൊരു വലിയൊരു പ്രതിവാദമാണ് നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ കാണുക. അതായത് സുവിശേഷം യഹൂദരുടെ ഇടയിൽ പ്രചരിച്ചു. ക്രിസ്തുവിനെ കുറിച്ചുള്ള വലിയ ബോധത്തിൽ ഒത്തിരിയേറെ ആളുകൾ ക്രിസ്തുവിനെ നാഥനും രക്ഷകനും ദൈവവുമായിട്ട് അംഗീകരിച്ചു. പക്ഷേ ഈ ഒരു സുവിശേഷം കുറേ ആളുകൾ അംഗീകരിക്കാതിരുന്നപ്പോൾ, സുവിശേഷം വിജാതീയരുടെ അടുത്തേക്ക് പങ്കുവെച്ചു കഴിഞ്ഞപ്പോൾ അവിടെയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് അവർക്ക് കാണാൻ പറ്റി. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരിയേറെ ആശയക്കുഴപ്പങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടായപ്പോഴും അവരെല്ലാവരും ചെയ്ത ഒരു കാര്യം, അവരൊരുമിച്ചിരുന്ന് ദൈവം എന്താണോ പറയുന്നത്, ദൈവത്തിൻ്റെ പ്രേരണകൾ എന്താണോ, ആത്മാവ് എന്താണോ പ്രേരിപ്പിക്കുന്നത്, അത് അവർ തിരിച്ചറിയാനായിട്ട് അവർ പരിശ്രമം എടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുകയും സഭയുടെ വളർച്ചയ്ക്ക് അത് കാരണമാവുകയും ചെയ്തു. അത് സ്വാർത്ഥമായ കാര്യങ്ങളല്ല. അത് ഞാൻ പിടിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്ന എൻ്റെ ആശയങ്ങൾ, എൻ്റെ അഭിപ്രായങ്ങൾ, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അതുകൊണ്ടാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം, കർത്താവിൽ ആനന്ദിക്കുക, അവിടെ നിന്നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. പ്രിയപ്പെട്ടവരെ, വചനം നമ്മളെ കൂടെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിലുള്ള ആ ഒരു വലിയ ആശ്രയം. ദൈവത്തിൻ്റെ കരുണയുടെ ആ ഒരു വലിയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ അനുതാപത്തിലേക്ക് നയിച്ച് അനുതാപത്തിലൂടെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവരായി മാറുക. യേശു ക്രിസ്തുവിലുള്ള ആ ഒരു വലിയ വിശ്വാസത്തിൽ ജ്വലിക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം എന്നുള്ള കാര്യം കൃത്യമായിട്ടും പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷം അറിയപ്പെടുന്നത് കരുണയുടെ സുവിശേഷം എന്ന പേരിലാണ്. ഈ ഒരു സുവിശേഷത്തിലൂടെ ഈശോ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആ സ്വർഗീയ ഗുണങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണമെന്നുള്ള കാര്യം സങ്കീർത്തകൻ പറയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മേന്മയെക്കുറിച്ച്, സൗഭാഗ്യത്തെക്കുറിച്ച്, അതിലൂടെയുള്ള മെച്ചത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. വചനത്തിൽ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും കൃത്യമായി നമുക്കൊരു ഗ്രാഹ്യമുണ്ടാകുവാൻ നമ്മളെ സഹായിക്കുന്ന ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപമകളിലൊന്നാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. അത് സ്വർഗസ്ഥനായ പിതാവ് എപ്രകാരമാണ് നമ്മളോട് കരുണ കാണിക്കുക, അതായത് മനുഷ്യൻ എപ്രകാരം പെരുമാറുന്നു, അവൻ്റെ പെരുമാറ്റങ്ങൾ എപ്രകാരമായിരിക്കും എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനേക്കാളും ഉപരിയായിട്ട് ദൈവത്തിന് യഹൂദരുടെ ഇടയിലുണ്ടായിരുന്ന ദൈവത്തെക്കുറിച്ചുള്ള ആ ഒരു സങ്കല്പങ്ങളെല്ലാം പൊളിച്ചെടുക്കി അതിനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന ഒരു ദൈവം, കരുണയുള്ള ഒരു ദൈവം, ആ ഒരു വലിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും മുഖം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഈശോയെ കാണാൻ പറ്റും. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ സാധാരണ ആളുകളൊക്കെ തിരിച്ചു വരുമ്പോൾ, ഇതുപോലെ തൻ്റെ സ്വത്തും സമ്പാദ്യവും എല്ലാം നശിപ്പിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ സാധാരണ ചോദിക്കാറുള്ള ചോദ്യമാണ്, നീ എന്താണ് ചെയ്തത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, എവിടെ പോയിരുന്നു, എങ്ങനെ ചെയ്തു, ഈ സമ്പത്തൊക്കെ നീ എങ്ങനെ ദുർവ്യയം ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ളൊരു എക്സ്പ്ലനേഷനൊക്കെ പറയേണ്ടതായിട്ട് വരും. അതേസമയത്ത് സ്വർഗസ്ഥനായ പിതാവ് അവൻ അനുതപിച്ച് തിരിച്ചു വരുമ്പോൾ അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ്. അവനായിരിക്കുന്ന അവസ്ഥയിൽ അവൻ്റെ ജീവിതത്തിലേക്ക് അവന് ഏറ്റവും മേന്മയുള്ളത് നൽകിക്കൊണ്ട് ദൈവം അവനെ ചേർത്ത് പിടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹം. അതുകൊണ്ട് വചനം നമ്മളെ കൂടെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, ആ ഇതുപോലെ സ്നേഹം കാണിക്കുന്ന, ഇതുപോലെ കരുണ കാണിക്കുന്ന ആ ദൈവത്തിൽ നീ വിശ്വാസം അർപ്പിക്കുമ്പോൾ നിൻ്റെ ജീവിതം ഫലമുള്ളതായിട്ട് മാറും, ശുഭമുള്ളതായിട്ട് മാറും. നിന്റെ ജീവിതത്തിൽ വലിയ ആനന്ദം നിറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും നീതിയോടും കരുണയോടും കൂടെ പ്രവർത്തിക്കുമ്പോൾ അതിന് ഒരു വലിയ ഒരു മാറ്റം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും നമ്മുടെ ബോധ്യങ്ങളിലും നിലപാടുകളിലും ഒക്കെ ഒരു മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ കൂടുതൽ കർത്താവിൽ ആനന്ദിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് സഹായിക്കും. ഇവിടെയാണ് ദൈവകരുണയിൽ ആശ്രയിക്കുന്നത് കൊണ്ടുള്ള മേന്മയും മെച്ചവും നമ്മൾ തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, ഇന്ന്
ഈ ഒരു ആരാധനയുടെ സമയം. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള സകലരെയും ദൈവസന്നിധിയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. നമുക്കറിയാം, നമ്മുടെ ഈ നാട് ഒത്തിരിയേറെ കഷ്ടതകളിലൂടെ നൊമ്പരങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നു. ശക്തമായ കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സാഹചര്യം. ഒത്തിരിയേറെ ആളുകൾക്ക് ഭവനങ്ങൾ നഷ്ടപ്പെട്ടു, റോഡുകൾ നഷ്ടപ്പെട്ടു, ഒത്തിരിയേറെ അസ്വസ്ഥതകളിലൂടെയൊക്കെ ആളുകൾ കടന്നു പോകുന്നുണ്ട്. സങ്കടപ്പെടുന്നവരെയും വേദനിക്കുന്നവരെയൊക്കെ കരുതലോടെ കരുണയോടെ ചേർത്ത് പിടിക്കുന്നവനാണ് ദൈവം. ആ ഒരു ദൈവത്തിൻ്റെ കരുണയിലേക്ക് നമ്മുടെ സഹോദരങ്ങളെല്ലാം ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കരുണയും ലഭ്യമാകുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്കും വ്യക്തി ജീവിതങ്ങളിലേക്കും ദൈവത്തിൻ്റെ കരുണ ഒഴുകുന്നതോടൊപ്പം തന്നെ ലോകത്തിലുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ കരുണ ഒഴുകുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരണനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയം ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈശോയെ കൂടുതൽ തീക്ഷ്ണതയോടെ നിന്റെ കരുണ മനസ്സിലാക്കി ആ കരുണയിൽ ആശ്രയിക്കുവാനുള്ള വലിയ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കും. ലോകത്തിലുള്ള ഒത്തിരിയേറെ ആഗ്രഹങ്ങളും മോഹങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതിനേക്കാൾ ഉപരിയായി നിന്റെ സ്നേഹം മനസ്സിലാക്കി നിന്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന, വിശുദ്ധിയോടെ ജീവിക്കുന്ന വ്യക്തിത്വങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങൾ മാറുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വളരെ പ്രത്യേകമായി ഞങ്ങൾ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും എല്ലാം സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത കർത്താവെ, നിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും എല്ലാ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിയോഗങ്ങളും സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയെ ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.